രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറെ പറ്റിച്ച ഒരു മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? ജുവാൻ പുലോൽ ഗാർസിയ എന്നാണ് അയാളുടെ പേര്. ഒരു ബിസിനസ്സുകാരനാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഇയാൾ 1940കളിൽ ബ്രിട്ടീഷ് ഇന്റലിജൻസിനെ സമീപിക്കുകയും തനിക്ക് ഒരു സ്പൈ ആയി പ്രവർത്തിച്ച് നാസികളിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകാൻ സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഇന്റലിജൻസ് അയാളുടെ ആഗ്രഹം നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഉടനെ തന്നെ ജുവാൻ ഇതേ ആഗ്രഹവുമായി നേരെ ചെന്നത് നാസികൾക്കിടയിലേക്കാണ്. നാസികൾ അയാളെ ഒരു സ്പൈ ആയി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ഫാസിസത്തെ ഒരുപാട് വെറുത്തിരുന്ന ജുവാൻ രഹസ്യമായി ബ്രിട്ടനെ സഹായിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഗാർബോ എന്ന കോഡ് നെയിമിൽ ഇയാളെ ഒരു ഡബിൾ ഏജന്റായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പൈ എന്ന നിലയിൽ ഹിറ്റ്ലറുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ജുവാൻ 1944 ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ എന്ന് പേരിട്ട ചരിത്രത്തിൽ നോർമൻ ലാൻഡിംഗ്, ഡി ഡേ അറ്റാക്ക് എന്നെല്ലാം അറിയപ്പെടുന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾക്കെതിരെ നടത്തപ്പെട്ട ഏറ്റവും വലിയ ഒരു ആക്രമണത്തിൽ ഹിറ്റ്ലറെ പറഞ്ഞു പറ്റിച്ച് നാസികളുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടുകയുണ്ടായി. അറ്റാക്ക് നടക്കാൻ പോകുന്നത് നോർമണ്ടിയിൽ അല്ല, മറിച്ച് അത് നടക്കാൻ പോകുന്നത് പാസ് ഡി കലെ എന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാണ് ജുവാൻ ഹിറ്റ്ലറെ പറ്റിക്കുന്നത്. ഇത് കേട്ട് ഹിറ്റ്ലർ ഉടനെ തന്നെ തന്റെ സൈന്യത്തിന്റെ വലിയൊരു നിരയെ നോർമണ്ടിയിൽ നിന്നും പിൻവലിക്കുകയും പാസ് ഡി കലയിൽ വിന്യസിക്കുകയും ചെയ്തു. എന്നാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ നോർമണ്ടിയിൽ ആക്രമണം നടത്തിയ സഖ്യ സൈന്യത്തിന് വളരെ എളുപ്പത്തിൽ നാസികളെ പരാജയപ്പെടുത്താൻ സാധിച്ചു. 7 മിനിറ്റ് സ്റ്റോറി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.